ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല മറിച്ച് വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, ഇത് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാമോ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, വായിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞ ഭക്ഷണമാണ് വിസർജനമായിട്ട് പുറത്തു പോകുന്നു. പക്ഷേ വായിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, അല്ലെ നമ്മുടെ ചിന്തയിൽ നിന്നൊക്കെ വരുന്നതാണ്. നമ്മുടെ പലരുടെയും ഒരു വിഷമമാണ്, ചിന്തയിൽ കുറെ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തയിൽ ഇങ്ങനെ ചില പാപങ്ങളെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നു, ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നു. എങ്ങനെയാണ് ഈ ചിന്തയിലുള്ള പാപങ്ങൾ അല്ലെങ്കിൽ പാപത്തോടുള്ള ഒരു ചായ്വ് മാറ്റുക എന്നുള്ളത് നമ്മുടെ മിക്കവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഈ ഹൃദയത്തിലേക്ക് എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയായിട്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ കാര്യങ്ങൾ വരുന്നത്, അല്ലെ? നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ വഴിയാണ് നമ്മുടെ ചിന്ത രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വഴിയായിട്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുന്നത്. ഈശോ പറയുകയാണത്, ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അശുദ്ധനോ വിശുദ്ധനോ ആക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം കാണുകയും നല്ല കാര്യങ്ങൾ മാത്രം കേൾക്കുകയും നല്ല കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതെല്ലാം വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാകും. അവിടെ നിന്ന് വരുന്നതെല്ലാം വിശുദ്ധമായ കാര്യങ്ങളായിരിക്കും. അതേസമയം നിങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും ആവശ്യമില്ലാത്ത അശുദ്ധമായ കാര്യങ്ങൾ കാണുകയും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുന്നതെല്ലാം അശുദ്ധമായ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവർത്തികളെല്ലാം അശുദ്ധമാവുകയും ചെയ്യും. സ്നേഹമുള്ള ഇന്നത്തെ സുവിശേഷഭാവമായി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്